Hi students, welcome to Learning Now. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച എന്താണ് സ്കഫോൾഡിങ്, ഷോറിങ് ആൻഡ് അണ്ടർപിന്നിങ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടെമ്പററി ഫ്രെയിം വർക്ക് ഈസ് നോൺ ആസ് ഡാഷ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ കൺസ്ട്രക്ഷൻ, ഡിമോളിഷൻ, മെയിൻ്റനൻസ് ഓർ റിപ്പയർ വർക്ക്സ്. ഇതാണ്, അതായത് ഒരു വർക്കിംഗ്, ഒരു പ്രൊട്ടക്റ്റീവായ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം, ഒരു റിപ്പയർ വർക്ക് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക്സിനൊക്കെ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ടെമ്പററി സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്കഫോൾഡിങ് എന്ന് പറയുക. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി സ്കഫോൾഡിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കഫോൾഡിങ് ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിക്ക് വർക്ക്. നമുക്കറിയാം ബ്രിക്ക് മേസണറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കഫോൾഡിങ് ഏതാണ്? സിംഗിൾ സ്കഫോൾഡിംഗ് ആണ് അല്ലേ. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി സിംഗിൾ സ്കഫോൾഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ സിംഗിൾ സ്കഫോൾഡിംഗ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോൺ വർക്ക്. അപ്പോൾ സ്റ്റോൺ വർക്കിന്, സ്റ്റോൺ മേസണറിയുടെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കഫോൾഡിംഗ് ഏതാണ് നമ്മൾ പറഞ്ഞത്? ഡബിൾ സ്കഫോൾഡിംഗ് ആണ് അല്ലേ. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഡബിൾ സ്കഫോൾഡിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dash type of scaffolding is used when the proper hard ground is not available for the standards to rest. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ്സിനെ സ്റ്റാൻഡേർഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഗ്രൗണ്ട് അവൈലബിൾ അല്ലാത്ത കേസസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഏത് ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് ആണ് യൂസ് ചെയ്യുക? ക്യാൻറ്റിലിവർ സ്കഫോൾഡിംഗ് ആണ് യൂസ് ചെയ്യുക. അതായത് മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്സിൻ്റെ അപ്പർ പോർഷൻസിൽ, അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് ചെയ്യാതിരിക്കുക, എഫക്റ്റ് ചെയ്യാതിരിക്കുക, അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കഫോൾഡിംഗ് ഏതാണ്? ക്യാൻറ്റിലിവർ സ്കഫോൾഡിംഗ് ആണല്ലേ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ക്യാൻറ്റിലിവർ സ്കഫോൾഡിംഗ്. ഓക്കെ, നെക്സ്റ്റ് വന്നാണ് ഡാഷ് ഈസ് എ വെരി ലൈറ്റ് ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ദ മെയിൻ്റനൻസ് വർക്ക് സച്ച് ആസ് പെയിൻറ്റിങ്, പോയിൻറ്റിങ്, വൈറ്റ് വാഷിംഗ് സിസ്റ്റം. അപ്പോൾ ക്ലാസ് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയ വർക്ക്സ്, ചെറിയ റിപ്പയർ വർക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് ഏതാണ്? സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്. ഓക്കെ, മൂവ് ചെയ്യാൻ എന്താണ് മുകളിലേക്കും താഴത്തേക്കും, അതായത് സസ്പെൻഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് ആണ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്. ഇപ്പോൾ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്. നെക്സ്റ്റ്, ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് വർക്കിംഗ് പ്ലാറ്റ്ഫോം ഈസ് സപ്പോർട്ടഡ് ഓൺ മൂവബിൾ contrivances such as ladders, tripods, etc. mounted on wheels. ഏതാണ്? നമ്മൾ പറഞ്ഞു ട്രസ്റ്റഡ് സ്കഫോൾഡിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ലാഡേഴ്സും ട്രിപ്പോഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ. ചെറിയ വർക്ക്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് ആണ് എന്താണ്? ട്രസ്റ്റഡ് സ്കഫോൾഡിംഗ്. നെക്സ്റ്റ് വൺ, ഡാഷ് ആർ ദ വെർട്ടിക്കൽ മെമ്പേഴ്സ് ഓഫ് ദ ഫ്രെയിം വർക്ക് and they are either supported on the ground or embedded into the ground. അപ്പോൾ ഏതാണ് വെർട്ടിക്കൽ മെമ്പേഴ്സ്? ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പേഴ്സ് നമ്മൾ എന്താണ് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ്സ് ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ പീസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ബ്രിഡ്ജ് an opening in a wall and is supported one end on the putlock and at the opening. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബ്രിഡിലാണ്. Next one, dash is a board placed parallel to the ledgers and supported between the putlocks. Answer to the option A, top board. Okay. Next question, placing of the new foundation below and the existing foundation of the process of strengthening the existing foundation was known as dash of foundation. ഏതാണ്? ഫൗണ്ടേഷനെ സ്ട്രെങ്ത് ചെയ്യാനോ അല്ലെങ്കിൽ അതായത് ഒരു ഫൗണ്ടേഷൻ, എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ്റെ താഴെയായിട്ടൊരു ന്യൂ ഫൗണ്ടേഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടെമ്പററി സ്ട്രക്ചറിന് എന്താണ് പറയുക? അല്ലെങ്കിൽ ആ സപ്പോർട്ടിന് എന്താണ് പറയുക? അണ്ടർപിന്നിങ് എന്നാണ് പറയുക. അപ്പോൾ ഓപ്ഷൻ ബി അണ്ടർപിന്നിങ് ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് മെത്തേഡ് ഓഫ് അണ്ടർപിന്നിങ് ദ എക്സിസ്റ്റിംഗ് വോൾ ഈസ് ഡിവൈഡ് ഇൻ ടു സ്യൂട്ടബിൾ സെക്ഷൻസ് ഓഫ് വിഡ്ത്ത് അബൌട്ട് 1.2 മീറ്റർ ടു 1.5 മീറ്റർ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ പിറ്റ് മെത്തേഡാണ്. Next question, in dash method the piles are driven along both the sides of the existing wall and the needle in the form of pile caps are provided to the existing ones. Answer clear ആണ്. ഓപ്ഷൻ ബി pile method ആണ് ആൻസറായിട്ട് വരുന്നത്. Next question, sometimes the structures are to be temporarily supported. This is achieved by what is known as the എന്താണ്? ഓപ്ഷൻ ബി ഷോറിംഗ് ആണ് ആൻസറായിട്ട് വരുന്നത്. Next question,
In dash shore arrangement, the inclined supports are given to the external walls from the ground. ഏതാണ് റേക്കേഴ്സ്? ഇൻക്ലൈൻഡ് സപ്പോർട്ട്സ് ആണ് റേക്കേഴ്സ്. അപ്പോൾ ഇൻക്ലൈൻഡ് സപ്പോർട്ട് യൂസ് ചെയ്തിട്ട് എക്സ്റ്റേണൽ വാൾസിനെ ഗ്രൗണ്ടുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്, ആ ഒരു അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരെന്താണ്? റേക്കിംഗ് ഷോറിംഗ് ആണ്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ റേക്കിംഗ് ഷോറാണ്. Next question, in dash arrangement, the horizontal supports are given two parallel walls which have become unsafe due to removal of collapse of the intermediate building. നമ്മൾ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ഫ്ലൈയിങ് ഷോറിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, in dash arrangement, the horizontal members known as the needles are supported by vertical members. ഏതാണ്? ഓപ്ഷൻ സി ഡെഡ് ഷോർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.